മിക്കവാറും ഒരു പാട്ടുകാരും വന്നില്ല. ഇത് യേശു ജനിച്ചപ്പോൾ സ്വർഗത്തിൽ നിന്ന് ഒരു സംഘം ദൂതന്മാരാണ്. എൻ്റെ ഭാവനെ പറഞ്ഞ ആകാശമണ്ഡലം മുഴുവൻ ദൂതസംഘം, എല്ലാ വാദ്യ ഉപകരണങ്ങളും ഒക്കെ അങ്ങോട്ട് വെച്ച് ഈ ജനന വസ്തുത അങ്ങോട്ട് അറിയിക്കുക. അതാ എല്ലാവരുടെയും ജനനം പോലല്ല യേശുവിൻ്റെ ജനനം, ദൈവത്തിൻ്റെ മഹത്വം. ഒത്തിരി വിശേഷതയുണ്ട്, ഞാൻ ആ ഭാഗത്തേക്ക് അതുകൊണ്ട് ജനനം നല്ല വാർത്തയാണ്, ഗുഡ് ന്യൂസാണ്. മാത്രമല്ല യേശു ക്രിസ്തുവിൻ്റെ മരണം അത് നല്ല വാർത്തയാണ്. സാധാരണ മരണമൊന്നും നല്ല വാർത്തയല്ല. മരണമെന്ന് കേൾക്കുമ്പോഴേ നല്ല വാർത്ത. ഇപ്പം പറയുക നിങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരുടെയും ഇന്ന ആൾ മരിച്ചു, അപ്പം മരിച്ചു, അമ്മ മരിച്ചു. ഈ ബഹുമാനപ്പെട്ട വിജയ ചാക്കോവളു പറയുക ഇന്ന ആടെ അമ്മ മരിച്ചു. ഉടനെ പുള്ളി എഴുന്നേറ്റ് പറയുക ശ്രദ്ധിക്കണേ, ഒരു നല്ല വാർത്ത പറയാൻ പോവുക. ഇന്നടുത്ത് ഇന്നയാൾ മരിച്ചു. അല്ല, ഞാനങ്ങ് പറയുക. അപ്പോൾ പ്രസംഗിക്കുന്നതിനിടെ ഒരു കുറിപ്പ് കൊണ്ട് തന്നു, പാസ്റ്ററെ ഇന്നടുത്ത് ഇന്നയാൾ അപ്പനുണ്ടോ ഫാദറുണ്ടോ? ഇല്ല. അപ്പം പിന്നെ പറയാം. അപ്പം അച്ഛൻ്റെ പേരെന്നായിരുന്നു? CL ജോസഫ്. നമ്മുടെ CL അച്ഛൻ കുഞ്ഞിൻ്റെ ബന്ധം വല്ലതും ആണോ? അപ്പം വന്ന് ഇപ്പം എനിക്ക് കുറിപ്പ് തരിക, CL ജോസഫ് ഇദ്ദേഹത്തിൻ്റെ ഫാദർ മരിച്ചെന്ന്. അദ്ദേഹം നേരത്തെ കടന്നു പോയെങ്കിലും പറയുക, വന്ന് മരിച്ചോണ്ടാ ഞാനിത് വായിച്ചു വെച്ച് പറയുക. ശ്രദ്ധിക്കണം, ഒരു നല്ല വാർത്ത പറയുക. കർത്തദാസൻ്റെ അപ്പച്ചൻ CL ജോസഫ് മരിച്ചു, നല്ല വാർത്തയാണോ? ചിലർക്ക് ഇഷ്ടമായിരിക്കും, പുള്ളി എന്നെ തല്ലും, തല്ലിയില്ലെങ്കിലും എന്നെ പെട്ടെന്ന് അഡ്മിറ്റ് ആക്കും, ഇയാളെ പെട്ടെന്ന് എവിടെയെങ്കിലും കൊണ്ട് മരണം നല്ല വാർത്തയാണോ? അല്ല. ഏത് പ്രായത്തിലുള്ളവർ എപ്പോൾ മരിച്ചാലും അവരോട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് അത് ദുഃഖവാർത്തയാണ്. അതെ, ഈ സ്നേഹിച്ച ലാസർ മരിച്ചു, യേശു കരഞ്ഞില്ലേ? ഞങ്ങൾ ഉപദേശമാർ ചെല്ല് പറയാറുണ്ട്, കരയരുത്. ഒരു മരണ വീട്ടിൽ ചെന്നപ്പോൾ ഭർത്താവ് മരിച്ചു, ഭാര്യ കരയുക, യൗവനക്കാരനാണ്. അവർ കരഞ്ഞ ഉടനെ ഉപദേശിച്ച് പറയാം, മോളി കരയരുത്. ഞാൻ പറഞ്ഞാൽ താൻ കര. അവരുടെ ഭർത്താവ് മരിക്കുമ്പോൾ അവർ പിന്നെ കരയാതെ താൻ കരയൂ? ഇവിടെ യേശു വരെ കരഞ്ഞു. പിന്നെ നമുക്ക് വ്യവസ്ഥയുണ്ട്, കരച്ചിലിനും പ്രമാണമുണ്ട്. അതിനോട് പ്രമാണം ഇങ്ങനെ എഴുതിക്കുന്നത്, പ്രത്യാശയില്ലാത്തൊരു പൊത്തോ എന്ന് മോഹാലസ്യപ്പെട്ടു. മിക്കതും കള്ളത്തരവാ. ഡെഡ് ബോഡി പൊട്ടോന്ന് അങ്ങ് വീഴുക. ചിലർ മിക്കതും വളച്ചില്ല. ഞാൻ കണ്ടു ഒരുത്തി പൊടുവോന്ന് വീണു, ഇച്ചിരി കഴിഞ്ഞപ്പോൾ മണ്ണും തിന്നുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഇതെല്ലാം ചുമ്മാ തട്ടിപ്പാണ് കൂടുതലും. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ മരണം നല്ല വാർത്തയാണ്. എന്താ യേശു ക്രിസ്തുവിന്റെ മരണം നല്ല വാർത്ത? കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15:3 വായിച്ചേ. യേശു ക്രിസ്തുവിന്റെ തിരുമരണം നല്ല വാർത്തയാകാൻ കാരണം 15:3. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു. അതാണ് ഈ വാർത്ത നല്ല വാർത്തയായത്. മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് യേശു മരിച്ചത്. സ്തോത്രം. അതായത് നല്ല വാർത്തയായത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി വേറെ ആരാ മരിച്ചേ? നമുക്ക് വേണ്ടി ആരാ മരിച്ചത്? നമുക്ക് വേണ്ടി ആരാ ജീവനെ തന്നത്? ഇവിടെ മതനേതാക്കന്മാര്, സാമുദായിക നേതാക്കന്മാരും ഭരണപരിഷ്കർത്താക്കള്, മിടുക്കന്മാര്, ഉന്നതന്മാര്, സേട്ടന്മാരും ഒക്കെ വന്നു. ആരും നമുക്ക് വേണ്ടി മരിച്ചില്ല. എന്നാൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ മരിച്ച ഒരുവനേ ഉള്ളൂ, അത് നസറയനാകുന്ന യേശു ക്രിസ്തു. അതുകൊണ്ടായത് നല്ല വാർത്ത. മാത്രമല്ല എല്ലാവരുടെയും മരണം പോലല്ല യേശുവിൻ്റെ മരണം. യേശുവിൻ്റെ മരണത്തിന് ഒത്തിരി വിശേഷതയാണ്, ഒത്തിരി ഉണ്ട്. എൻ്റെ വിഷയം അല്ലെങ്കിൽ 1-2 കാര്യം പറഞ്ഞങ്ങ് പോകാം. ഇത് പറയണമല്ലോ. യേശുക്രിസ്തുവിൻ്റെ മരണത്തിൻ്റെ പ്രത്യേകത, ഒന്ന്, മരിക്കാനാണ് അവിടുന്ന് ഇങ്ങോട്ട് വന്നത് തന്നെ മരിക്കാനാണ്. നമ്മളെല്ലാം ജീവിക്കാൻ വന്നതാണ്. ആ ഇരിപ്പ് കാണുമ്പോൾ അറിയാം, എല്ലാവരും ജീവിക്കാൻ വന്നത്. കണ്ടിട്ടില്ലേ വെളുപ്പിന് മാപ്പിളയും പെമ്പിളയും കൂടെ? പുള്ളിയുടെ കയ്യിൽ ഒരു കുറുവടിയും തള്ള സ്ക്രാഫും ഒക്കെ കെട്ടി. നമ്മൾ ചോദിക്കുക എന്നാ? കുറച്ച് നാളൂടെ ജീവിക്കണ്ടായോ? എല്ലാവരും ജീവിക്കാൻ വന്നതാണ്. അല്ല, ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കുക. ഭക്ഷണത്തിനിരിക്കുമ്പോൾ പറയുകയല്ലേ ചില ബീഫ് ഇച്ചിരി വേണ്ട, എന്നാൽ ഇച്ചിരി അച്ചാറ് കഴിക്കും. അയ്യോ, എന്നാൽ 2 പപ്പടം പൊടിച്ചു. ഉപ്പാ, എന്നാണ്ട് ആ മെഴുക്ക് പുരട്ടി. എന്തുവാ പറയുന്നത്? എണ്ണയാ. ഒടുവിൽ പുള്ളി തന്നെ ഇങ്ങോട്ട് ചോദിക്കും, പാവയ്ക്ക വല്ലതും ഉണ്ടോ? നമ്മൾ ചോദിക്കുക എന്നാ? കുറച്ച് നാളൂടെ.
ഞാനും നിങ്ങളും എല്ലാം ഇവിടെ വന്നത് ജീവിക്കാനാ. എന്നാൽ യേശു ക്രിസ്തു ഇങ്ങോട്ട് വന്നത് മരിക്കാനാ. അതാ ഈ മരണത്തിന്റെ വിശേഷത. ഒന്ന്, അവിടുന്ന് മരിക്കാൻ വന്നതാ. രണ്ട് കൂടെ അവിടുന്ന് പറയുമായിരുന്നു മരിക്കാൻ പോവാന്ന്. നമ്മളങ്ങനെ പറയത്തില്ലല്ലോ. നമ്മളും പറയത്തില്ല. നമ്മളെപ്പറ്റി ആരും അങ്ങനെ പറയുന്നതും വലിയ തൃപ്തിയല്ല. അച്ചായൻ ഇന്ന് രാത്രി മരിക്കുമെന്ന് പറയുന്ന തൃപ്തിയാണോ? അപ്പോൾ ചോദിക്കും, ഭാഷക്ക് വേറെ ഒന്നും പറയാൻ. എന്നാൽ യേശു ക്രിസ്തു കൂടെ പറയുമായിരുന്നു മനുഷ്യപുത്രൻ മരിക്കാൻ പോവുക. അതെ, നിങ്ങളാണ്ട് മത്തായി സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 21 വായിച്ചേ മിനിമാമേ. അന്ന് മുതൽ യേശു താൻ യെരൂശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങിയെന്ന ഒന്ന് പ്രസ്താവിച്ചെന്നല്ല. ഞാൻ മരിക്കും കേട്ടോ, പിന്നെ മിണ്ടിയിട്ടില്ല ആ വിഷയം. അങ്ങനല്ല, പ്രസ്താവിച്ച് തുടങ്ങി. അന്ന് മുതൽ തുടങ്ങി. 17-ാം അധ്യായത്തിലും ഉണ്ട്, മർക്കോസ് 8-ലും കിടപ്പുണ്ട്. എല്ലാം എടുത്ത് വായിപ്പിക്കുന്നില്ല, നേരമില്ല. അപ്പൊ അന്ന് മുതൽ യേശു മരിക്കുമെന്ന് പറഞ്ഞു തുടങ്ങി. നമ്മൾ അബദ്ധത്തിൽ എങ്ങാണ്ടൊന്ന് പറഞ്ഞതാ, ഞാൻ മരിക്കും, പിന്നെ രാത്രി പോയി കർത്താവ് അബദ്ധം പറഞ്ഞാൽ ഇപ്പോഴൊന്നും എടുക്കരുത്, വീട് പണി തീർന്നിട്ടില്ല, കൊച്ചിനെ കെട്ടിച്ചിട്ടില്ല, മാത്രമല്ല വിസ അടിക്കാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അതിനിടയിൽ ഇനി നമുക്കെന്തെല്ലാം പ്രാരാബ്ദങ്ങളാ. എന്നാലും യേശു ക്രിസ്തു അന്ന് മുതൽ പ്രസ്താവിച്ചു തുടങ്ങി മരിക്കും. അപ്പൊ മരണത്തിന്റെ വിഷയം ഒന്ന്, മരിക്കാനാ ഇങ്ങോട്ട് വന്നത്. ഇനി തന്നെയല്ല, അതിനകത്തും എന്തോ പിന്നെ ആഴമാ. യേശു ക്രിസ്തു വന്നു, അങ്ങനെ എഴുതിയേക്കുന്നത്. കർത്താവിനെ പറ്റി പറഞ്ഞെടുത്തെല്ലാം മനുഷ്യപുത്രൻ വന്നതെന്ന് പറയുമ്പം നേരത്തെ ഉണ്ടായിരുന്നു, അവിടെ ഇങ്ങോട്ട് വന്നതാണെന്ന അർത്ഥം. ഇപ്പൊ ഷാജി പാസ് എപ്പോഴാ വന്നെന്ന് ചോദിച്ചാൽ അത് ന്യായമായ ചോദ്യമാണ്. കാരണം ഷാജി പാസ് നേരത്തെ ഉണ്ടായിരുന്നു, യോഗത്തിന് ഇങ്ങോട്ട് വന്നു. ഇപ്പം ഞാൻ ചോദിക്കുക, എന്നാ ജനിച്ചത്? ഇപ്പം ഇവിടെ വന്നിരിക്കുമ്പോൾ എപ്പോൾ ജനിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്നെ അഡ്മിറ്റ് ആക്കണം, പറയണം പുള്ളിക്ക് എന്തോ സാരമായ കുഴപ്പമുണ്ട്. എന്നാൽ യേശു ക്രിസ്തു വന്നു, അപ്പൊ നേരത്തെ ഉണ്ടായിരുന്നു. എവിടുന്ന് വന്നു? സ്വർഗത്തിൽ നിന്ന് വന്നു. കർത്താവിനെ പറ്റി പറഞ്ഞെടുത്തെല്ലാം മനുഷ്യപുത്രൻ ജനിച്ചെന്നോ എന്നല്ല, വന്നെന്ന. മനുഷ്യപുത്രൻ വന്നു. കർത്താവ് തന്നെ പറഞ്ഞില്ല മനുഷ്യപുത്രൻ വന്നത്, അപ്പം അവിടുന്ന് വന്നതാ. അപ്പൊ ഈ മരണത്തിന്റെ വിശേഷത ഒന്ന്, മരിക്കാൻ ഇങ്ങോട്ട് വന്നു. 2, കൂടെ അവിടുന്ന് പറഞ്ഞു മരിക്കുമെന്ന്. 3, ഈ മരണത്തിന്റെ വിശേഷത എങ്ങനെ മരിക്കുമെന്ന് യേശു പറഞ്ഞു. ജീവിച്ചിരുന്നപ്പോൾ ഉപദ്രവിക്കും, ആക്ഷേപിക്കും, പരിഹസിക്കും. അപ്പം ഈ വിധത്തിലൊക്കെയാണ് മരിക്കാൻ പോകുന്നത്. അത് നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ ഇന്ന വിധത്തിലാണ് മരിക്കുന്നത്? വണ്ടി ഇടിച്ചാന്നോ, 5-ാം പനി വന്നാന്നോ, എന്തോ കോവിഡാന്നോ, അതോ അറ്റാക്കാണ്, ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞു ഞാൻ ഇന്ന വിധത്തിലാണ് മരിക്കുമെന്ന്. ഇരിപ്പ് കണ്ടാൽ നമുക്ക് തോന്നും ഇന്ന വിധത്തിൽ പോകാനാണ്. അങ്ങനൊന്നും അല്ല പോകുന്നത്. എന്നാൽ യേശു ക്രിസ്തു വളരെ ക്ലിയറായിട്ട് പറഞ്ഞു ഇന്ന വിധത്തിലാണ് മരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞ ഒരു നേതാവും ഇല്ല. ഒന്ന്, മരിക്കാൻ വന്ന ഏത് നേതാവാ? എല്ലാവരും വന്നതെല്ലാം ജീവിക്കാനാ, വെട്ടിപ്പിടിക്കാൻ വന്നതാ. യേശു വന്നത് മരിക്കാനാ. 2, കൂടെ മരിക്കുമെന്ന് ഏത് നേതാവാ പറഞ്ഞേ? ഇന്നലെ പേപ്പറിൽ ആരാണ്ട് പറയാന്ന് കേട്ടു, ന്യൂസിലൊക്കെ മരിക്കുമെന്ന്, കൊല്ലുമെന്നൊക്കെ. അങ്ങനെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞാലും പുള്ളിയുടെ ചുറ്റും എല്ലാം ആൾക്കാരാ. ഒരു കുഞ്ഞുങ്ങളെ അങ്ങോട്ട് ഈച്ചയെ പോലും കടത്തി പിന്നെ എങ്ങനെയൊന്ന് കൊല്ലാന്? ഒന്നും നടക്കുന്നില്ല, ആർക്കും ഒന്നും ചെയ്യാനും ഒക്കത്തില്ല. എന്നാൽ യേശു ക്രിസ്തു കൂടെ പറഞ്ഞു മരിക്കും. 3, ഇന്ന വിധത്തിൽ മരിക്കുമെന്ന് യേശു പറഞ്ഞു. വാക്യങ്ങളുണ്ട്, എടുപ്പിക്കുന്നില്ല. 4, ഈ മരണത്തിന്റെ പിൻപിൽ ആരാണെന്ന് യേശു പറഞ്ഞു. ശാസ്ത്രിമാരും മൂപ്പന്മാരും പുരോഹിതന്മാരും, ഇവരാ ഇതിൻ്റെ പിൻപിലത്തെ വക്താക്കൾ. ഇവരാ. നമുക്കറിയാവോ നമ്മളെ കൊല്ലാൻ ആരൊക്കെയാ പദ്ധതി കിട്ടുന്നത്? ഇവിടെ ഇപ്പോൾ എത്ര എണ്ണം ചിലപ്പം കൈ കിട്ടിയാൽ തേച്ച് കഴുകാൻ താല്പര്യമുള്ളവരൊക്കെ
കാണും. പക്ഷെ നമുക്ക് അറിയത്തില്ല, നമ്മളെ കാണുമ്പോൾ സ്തോത്രം, നമുക്കൊന്നും പിടി കിട്ടുകയല്ല. വലിയ ടോർപ്പൂട വെച്ചാൽ ചൈവം വന്ന് പ്രതീക്ഷ. എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. നല്ല ബ്രഹ്മാണ്ടം പാര വെച്ച് പ്രൈസല. പിന്നെ ചിറിക്ക് അസ്ഥി ഇല്ലാത്തത് കൊണ്ട് ഏത് സമയത്തും വേണേ. ദൈവം ഇതിന് അസ്ഥി വെച്ചിട്ടില്ല. അസ്ഥി വെക്കുകാരനെ വലിയ ബുദ്ധിമുട്ടാണ്. തപ്പി നോക്കമ്മേ, അസ്ഥി ഒന്നും ഇല്ലമ്മേ. അതായി മരുമകളെ ഇഷ്ടമല്ലേ അവളെ കാണുമ്പേ. അപ്പൊ ശ്രദ്ധിച്ചേ, യേശുക്രിസ്തു മരിക്കും, ആരാണ് നിന്റെ മുമ്പിൽ എന്ന് യേശു തീർത്ത് പറഞ്ഞു. അപ്പൊ ഒന്ന് മരിക്കാൻ വന്നു, രണ്ട് കൂടെ പറഞ്ഞു, പ്രസ്താവിച്ചു തുടങ്ങി മരിക്കുമെന്ന്. 3 ഇന്ന വിധത്തിൽ മരിക്കുമെന്ന് പറഞ്ഞു. 4 ഈ മരണത്തിൻ്റെ മുമ്പിൽ ആരാണെന്ന് യേശു പറഞ്ഞു. 5 എവിടെ വെച്ച് മരിക്കുമെന്നും പറഞ്ഞു. യെരൂശലേമിൽ. ആർക്കെങ്കിലും പറയാവോ ഞാൻ ഇന്നടത്ത് വെച്ചാൽ മരിക്കുന്നെന്ന്? ഒരുത്തർ ചില ആൾക്കാർ പറയും ഞാൻ എൻ്റെ കട്ടിലേ കിടന്നേ, മിക്കവാറും മെഡിക്കൽ കോളേജിൻ്റെ 5ാം നില ആമ്പലിൻ്റെ പള്ളി പോലല്ലോ, വെള്ളം പോലും ഒരക്കാൽ തീർന്നു. ഇങ്ങനെ എത്ര എണ്ണം പോയി. എന്നോട് ഞങ്ങളുടെ ഒരു കൊച്ചമ്മ പറഞ്ഞാൽ ഞാൻ ഈ കട്ടിലേ കിടന്നേ മരിക്കുള്ളത്. ആള മെഡിക്കൽ കോളേജിൽ കിടന്ന് ഞാനാ എന്ന് കണ്ണു തിരുമ്മി അടച്ചത്. ഇവിടെ ഇരിക്കുന്ന ആർക്കും പറയാനൊക്കത്തില്ല ഞാൻ ഇന്നടുത്ത് വെച്ചാൽ മരിക്കും. പക്ഷെ യേശു പറഞ്ഞു യെരൂശലേമിൽ വെച്ചാ ഇത് നടക്കാൻ പോകുന്നേ. ഉണ്ടോ? 5 കാര്യം ഇപ്പൊ പറഞ്ഞു മരണത്തെ പറ്റി. 6 ഒത്തിരി ഉണ്ട് പറയാൻ. 6 കർത്താവ് ഈ മരിക്കുമെന്ന് പറഞ്ഞിടത്തെല്ലാം അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാന് ചേർത്തൊരു കാര്യം പറഞ്ഞു, ഉയർക്കുകയും ചെയ്യും. നിങ്ങൾ വേദപുസ്തകം മൊത്തം പഠിച്ചേ. മരിക്കുമെന്ന് പറഞ്ഞിടത്തെല്ലാം മരിക്കും പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല. മരിക്കും, ആമേൻ, 3-ാം ദിവസം ഉയർക്കും. ഇങ്ങനെ പറഞ്ഞ് ഏത് നേതാവുണ്ട്? മാത്രമല്ല ഒന്നുകൂടെ ഉണ്ട്, എപ്പോഴാലും ഉയർക്കുമെന്നല്ല പറഞ്ഞേ, 3-ാം ദിവസം. അതാ യേശുവിൻ്റെ മരണത്തിൻ്റെ വിശേഷത. ഇതുപോലെ മരിച്ച ഒരു നേതാവും, ഏത് നേതാവാ ഇങ്ങനെല്ലാം പറഞ്ഞു വെച്ചു? ഒന്നും പറയാതല്ലേ പോയത്. നമ്മൾ ചോദിക്കല്ലേ എങ്ങനെയാ പുള്ളിക്ക് ഒത്തിരി പറയണമെന്നുണ്ടായിരുന്നു. ഇങ്ങനെ അവസാനം നാക്കങ്ങ് കുഴഞ്ഞു, കണ്ണുമെല്ലാം മറഞ്ഞു. അപ്പോൾ ഒരു തള്ള എന്നോട് പറഞ്ഞു കണ്ണിൽ കൂടാ പോയെന്ന്. പിന്നെ എന്തിനാടാ മൂക്കിന് 2 തോളാ? ഇത് പോകേണ്ട സ്ഥലത്തൂടെ ഒക്കെ പോകണ്ടായോ? തളയോ എൻ്റെ മാഷേ കണ്ണിൽ കൂടാ. ഞാൻ നോക്കി നിൽക്കില്ലയോ കണ്ണിൽ കൂടെ. പിന്നെ അയാളാ യേശുക്രിസ്തു എല്ലാ കാര്യവും പറഞ്ഞേച്ചാ മരിച്ചത്. മരിക്കുന്നതിന് മുന്നേ തൻ്റെ അടിമ ശിഷ്യന്മാരെ വിളിച്ചേച്ച് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും. ഇതിൽ ഇത്ര ക്ലിയർ ആയിട്ട് പറഞ്ഞ ആരുണ്ട്? അതാ യേശുവിൻ്റെ മരണത്തിൻ്റെ വിശേഷത. അപ്പോൾ സുവിശേഷം ഓടിച്ച് പറയാം. എന്താ സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. എല്ലാവരും തീത്തോസ് 2:11 അറിവുള്ള വാക്യം എങ്കിലും അങ്ങ് വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. തീത്തോസ് 2:11. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ഇവിടെ കൂടപ്പെട്ടവരും എന്നെ കേൾക്കുന്നവരും സമീപവാസികളും സ്ഥലവാസികളും ശബ്ദപരിധിയിൽ കേൾക്കുന്ന ശ്രദ്ധിക്കുന്ന സകല മനുഷ്യനും രക്ഷപ്പെടാൻ. മറ്റൊരുത്തനും രക്ഷയില്ല, യേശു ക്രിസ്തു മാത്രം രക്ഷകൻ. അതിനാ സുവിശേഷം. സകല മനുഷ്യനും. എല്ലാം വിവരിക്കുന്നില്ല, അങ്ങ് വാക്യം പറഞ്ഞു പോവുക. അപ്പൊ എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാണ് സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. മൂന്നാമത്തെ തലക്കെട്ട്, ആരാ സുവിശേഷം കേൾക്കേണ്ടത്? മർക്കോസ് 16:15, മർക്കോസ് 13:10. പെട്ടെന്ന് വായിച്ചോ. 16:15, 13:10. അറിവുള്ള വാക്യമാണ്, എങ്കിലും വായിച്ചു. എന്തിനായി വായിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ ഈ പറയുന്നതൊക്കെ ഇതിനകത്തുള്ള കാര്യമാണെന്ന് അറിയാനായി വായിപ്പിക്കുന്നത്. അല്ല ചെല്ല് പറയുന്നത് എന്നെ പറ്റി പറഞ്ഞ് അയാൾ ബോധമൊന്നും ഉള്ളവനല്ല വായി വരുന്നതെല്ലാം പറഞ്ഞു വെച്ച്. ഒരാൾ പറഞ്ഞു അയാൾക്ക് വിവരവും ബോധവും, അത് ഇച്ചിരി ശരിയാ. രണ്ടാമത് പറഞ്ഞതുകൊണ്ട് അത്ര തൃപ്തിയില്ല. അയാൾ വായി വരുന്നതല്ല. അപ്പം വായി വരുന്നത് എന്തൊക്കെയാണ് ഈ വായിപ്പിക്കുന്നത്? വായിൽ 16, 15, 13. പിന്നെ അവൻ അവരോട്,
നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി ആ. സകല സൃഷ്ടിയോടും സുവിശേഷം അപ്പൊ സകല സൃഷ്ടികളും സുവിശേഷം കേൾക്കണം. 13:10 വായിക്കേ. 13:10 മർക്കോസ് തന്നെ. എന്നാൽ സുവിശേഷം മുമ്പേ സകല ജാതികളോടും പ്രസംഗിക്കേണ്ടതാണ്. സകല ജാതികളോടും ഇത് പറയണം. അപ്പോൾ ഈ സുവിശേഷം ആര് കേൾക്കണം? സകല സൃഷ്ടികളും കേൾക്കണം. സകല ജാതികൾ, എല്ലാ ജാതിയും കേൾക്കണം. എല്ലാവരും കേൾക്കണം. അതിന് എല്ലാവരും കേൾക്കാൻ കൊള്ളാവുന്ന കാര്യമാണ്. ചിലയിടത്തൊക്കെ ചിലത് പറയുന്നത് എല്ലാവരും ഒന്നും കേൾക്കാൻ കൊള്ളുകയില്ല. അവർ മാത്രം ഇരുന്ന് കേൾക്കുക. എന്നിട്ട് അവർ പറയാം വെളി വിടരുതെന്ന്. ഇത് വെളി, നമ്മൾ പറയുന്നത് വെളി വിടണമെന്നാണ്. അതിന് ഇത് വെളി വിടാൻ കൊള്ളാവുന്നതാണ് ഇവിടെ പറയുന്നത്. അവിടെ എല്ലാം ഒന്നും വെളി വിടരുതെന്ന്. അതിന് ഇത് വെളി വിട്ടാൽ വലിയ ഭൂകമ്പം. പിന്നെ ചിലതൊക്കെ ലീക്കായി വരുന്നുമുണ്ട്. അന്നേരം പിന്നെ ചിലരൊക്കെ അതിന് പ്രതികരിക്കുന്നത്. ഇത് എല്ലാവരും വെളി കേൾക്കേണ്ടതാണ്. അതെന്തുവാ? സുവിശേഷം, നല്ല വാർത്ത. എന്തുവാ ഇതിൻ്റെ അർത്ഥം? എന്നാ? രക്ഷ. സകല മനുഷ്യനും രക്ഷപ്പെടണം. അതാ ഈ വാർത്ത. ഇതെല്ലാവരും കേൾക്കണം. പക്ഷെ നമ്മുടെ പല ആൾക്കാരും കേൾപ്പിക്കത്തില്ല. ഞാൻ ഇവിടെയൊക്കെ പലയിടത്തും കൺവെൻഷൻ ചെല്ലുമ്പോൾ 1.5 കിലോമീറ്റർ ഞാൻ വണ്ടിയുടെ ഗ്ലാസ് താക്കും. വണ്ടി ചിലപ്പോൾ ഒന്ന് സ്ലോ ചെയ്യും. കേൾക്കുന്നുണ്ടെന്ന് കേൾക്കുന്നില്ല. പിന്നെയും സ്ലോയിൽ അങ്ങോട്ട് വണ്ടി വിടും. കേൾക്കുന്നുണ്ട്. കാരണം എവിടം വരെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കൂടെ ഒന്ന് അറിയണ്ടേ. കേൾക്കുകയല്ല. ചിലയിടത്ത് എന്നാൽ ആ ഗ്രൗണ്ടിൽ കയറിയാൽ പോലും കേൾക്കുന്നുമില്ല. കേട്ടാലോട്ട് തിരിയത്ത്. അതേസമയം എനിക്കിഷ്ടം, നിങ്ങളുമൊക്കെ പോയിട്ടുണ്ട്, തിരുവനന്തപുരം സൈഡിൽ ചെന്നേ. നന്നായിട്ട് കേൾപ്പിക്കും. ഒരു 2 കിലോമീറ്ററൊക്കെ മിക്ക യോഗത്തിന് ചെല്ലുമ്പോഴേ കേൾപ്പിക്കും. ഈ നമ്മുടെ നാട്ടിൽ അങ്ങനെ നമ്മുടെ ആൾക്കാർ കേൾപ്പിക്കത്തില്ല. എന്നാൽ വേറെ ചില ആൾക്കാർ കേൾപ്പിക്കും. 3 കിലോമീറ്റർ വരെ അവർ കേൾപ്പിക്കും. അവർക്ക് വിവരമുണ്ട്. അവർ എല്ലാ പോസ്റ്റേലും എല്ലാം വെച്ചിട്ടുണ്ട്. എല്ലാവർക്കും മനസ്സിലാകുന്നില്ലെങ്കിലും കേൾക്കുന്നുണ്ട്. ഇല്ലേ? ഈയിടെ ഞാൻ കേട്ടു, ഏവമുക്തം കൃഷികേശം കൂടാകേശേന ഭാരത അതിഭൂതം ചക്കിം പ്രോക്ത ആദ്യ ദൈവം കിമുച്ചത്തെ. ആട്ടെ കേൾക്കുന്നുണ്ടല്ലോ. നമ്മുടെ ആൾക്കാർ എന്ത് ചെയ്താൽ കേൾപ്പിക്കും. അല്ല, അതിന് മറുവശമുണ്ട്. നമ്മുടെ ആൾക്കാർ ചിലയിടത്ത് സാങ്ഷൻ ചെന്നാൽ ഉടനെ അവർ 9-ന് നിർത്തിക്കോണം. മറ്റേത് 11:30 ആയാലും. ഇപ്പം എനിക്ക് തോന്നുന്നു ഗവൺമെൻറ് കോടതി എന്തോ വിധി വന്നെന്ന് കേൾക്കുന്നു. ഇല്ലയോ? എന്നാലും ചിലർക്കൊക്കെ ഉള്ളത്. അല്ല, എന്തിനാ മറ്റുള്ള നമ്മുടെ ആൾക്കാർ 9 ആകുമ്പോഴേ ബൈബിളിൻ്റെ സിപ്പിട്ട് കാണിക്കും. 3 പ്രാവശ്യം ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. 9 ആകുമ്പോൾ ബൈബിളിൻ്റെ സിപ്പിട്ട് കാണിച്ചു വെച്ചു. ഇന്നാണ് ഒരാളത് ഇങ്ങനെ വരുന്ന കണ്ട് പോകാനാ. ഞാൻ പറഞ്ഞു ഇരിയടാന്ന് പറഞ്ഞു. എവിടെ കൊണ്ട് പോകാമെന്ന് ചോദിച്ചു. അവനങ്ങ് കുടുന്നു പൊങ്ങുക. അവൻ്റെ കാലം ഞാൻ കണ്ട് വേനക്കുരു ഇരിക്കുന്നത് പോലെ അവൻ അറ്റത്ത് വന്നിങ്ങനെ പമ്മിയിരിക്കുന്നു. അങ്ങനെ ഉള്ളവന്മാർ വരാതിരിക്കുന്നതാ. പിന്നെ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണം. എടാ, ഇതെല്ലാവരും കേൾക്കാൻ പറ്റുന്നതാ. എന്തുവാ? സുവിശേഷം. എല്ലാവരും കേൾക്കാം. എന്തുവാ ഇതിൻ്റെ അർത്ഥം? മനുഷ്യവർഗത്തിൻ്റെ രക്ഷയാ. മറ്റൊരുത്തലിന് രക്ഷയില്ല. യേശു ക്രിസ്തു രക്ഷകൻ. യേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവീൻ. മഹത്വരാജനായി നിന്നിലേക്കിന്ന് എഴുന്നള്ളിയിടട്ടെ. രക്ഷകൻ യേശുവിൻ സന്നിധിയിൽ. ചേർന്ന് പാട്. വാട്ടത്തം പോലവൻ ഇന്നിവിടെ. ഇതില്ലാതൊന്ന് പാടിക്കേ. വാക്തത്വം പോലവൻ. മിക്കവാറും തുറക്കും. ഇങ്ങനെ അന്ന് മതി മിക്കവാറും തുറക്കും. കല ഇങ്ങനെ വാഴുമ്പോഴാണ് കല്ലറ. യേശു കല്ലറയുടെ വാതൊക്കെ ഉറക്ക വിളിച്ചെന്നാ ലാസറേ എന്നു പറയാം. മിക്കവാറും തുറക്കും. രാത്രി കല്ലറ കയറാതിരുന്നാ നല്ലത്. ഒന്നും വേണ്ടിനി. ഈ പള്ളിക്ക് ഈ മണി മതിയെന്ന് പറഞ്ഞ പോലെ ഇന്നിങ്ങനെ ഇരിക്കട്ടെ. അപ്പം ശ്രദ്ധിച്ചേ,
എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ ഇത് കേൾക്കേണ്ടത്? സകല സൃഷ്ടികളും സകല ജാതികളും ഇത് കേൾക്കണം. അടുത്തത് എങ്ങനെയാ ഇത് പറയണ്ടേ? സുവിശേഷമേ. ഞങ്ങളുടെ ഒരു കൊച്ച രാവിലെ കളസം ഇട്ടുകൊണ്ട് കിതാബ് കൊടുത്തുകൊണ്ടിറങ്ങി. പുള്ളിക്കാരുടെ ഭാഷയാണ്. രാവിലെ കളസം ഇട്ട് എങ്ങനെയാ പറയണ്ടേ? വായിച്ച് അതിന് വാക്യം തരാം. പിന്നെ പറയേണ്ട വിധമൊക്കെ ഉണ്ട്. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 1:5 വായിര്. 1:5 എല്ലാം ഈ വചനത്തിൽ നിന്നാകുമ്പോൾ പിന്നെ എൻ്റെ ഒങ്ങായിക്ക് പിടിക്കുകയല്ല. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, കുറെ വാക്യം മാത്രം പറയല്ല, ശക്തിയോടെ വാക്യം മാത്രം. അങ്ങനെ പറയുന്നവരുണ്ട്. ഒരനക്കോവില്ല ആ വീലിങ്ങനെ അങ്ങോട്ട് നിന്ന് മത്തായി 4:3, 2:1, 4:8, 8-ാം വാക്യത്തെ 8ആയിട്ട് പകുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം 3:3, 2:4 എല്ലാം വാക്യമാവും. അപ്പം പൗലോസ് പറയാം ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം പറയുകയല്ല. ഒന്നുകൂടെ വായിച്ചേ മിനിമാമേ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, കുറെ വാക്യം മാത്രം ഗൂഗിളിൽ കയറി ഡിക്ഷണറി തപ്പി കുറെ പോയിന്റ് പറഞ്ഞു പോകുകയല്ല. പിന്നെ എങ്ങനാ വായിര്? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും ആയിരുന്നു. അങ്ങനാ പറയട്ടെ. ഒരു ശക്തിയില്ല. അവനെ കാണുമ്പോഴേ മനസ്സിലാകും, ഓ ഇവനാണോ ഇന്ന് കപ്പം കടയില്ലാത്തൊരുത്തൻ. ചില നിപ്പും പടുതിയും കണ്ടിട്ടില്ലേ? ഇത് ശക്തിയോടെ പറയണം. കാരണം ഇത് ശക്തിയുള്ള വചനമാണ്. അത് ശക്തിയോടെ പറയണം. ഞങ്ങളുടെ സുവിശേഷം വചനമായിട്ട് മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടി. ഇതൊക്കെ അഭിഷേകമൊക്കെ പ്രാപിച്ചു പറഞ്ഞ അതിനൊരു എഫക്റ്റ് ഉണ്ട്. പിന്നെ ഇത് അഭിഷേകവും പ്രാപിച്ചില്ല, ശക്തിപ്പെട്ടിട്ടുമില്ല, ഉമ്മ അങ്ങ് മെനക്കേടായിട്ട് നമ്മളെങ്ങാനും ചോദിച്ച ഉടനെ പറയുന്നത് അത് രക്ഷിക്കപ്പെട്ടപ്പോളേ പിന്നെ കിട്ടിയത്. നമ്മൾ ചോദിക്കുക അപ്പച്ചനെ വേണം. അപ്പച്ചനെ അറയ്ക്കകത്തിരിപ്പുണ്ട്. എവിടെ? അവിടെ ഇരിപ്പുണ്ട്. അന്നേ ഇരുത്തിയത്. വല്ല ഗുണമുണ്ടോ അവിടെ കയറ്റിയിരുത്തിയ? അങ്ങനെ ഇപ്പം പറയുന്നത് ഉണ്ടെന്ന്, അകത്തുണ്ടെന്ന്. അകത്ത് അങ്ങനെ ഇരുന്നാൽ പോരാ, ഒന്ന് കവിയണ്ടേ? കവിയണമെന്ന്. 45-ാം സങ്കീർത്തനം എൻ്റെ കൃത്യം ശുഭവചനത്താൽ കവിയുന്നത് എപ്പോഴാണ്? നിറയുമ്പോഴാണ് കവിയുന്നത്. ഒന്നും ഞാൻ പറയുന്നില്ല, വെറുതെ എന്തിനാ അലോഗ്യം ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ സുവിശേഷം കുറെ വാക്യം മാത്രം പറയല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ. ഇങ്ങനെ പറയണ്ടേ? ശക്തി ഉണ്ടായിരിക്കണം, പരിശുദ്ധാത്മാ നിറവുണ്ടായിരിക്കണം, നിശ്ചയം ഉണ്ടായിരിക്കണ്ടേ? ചിലർക്ക് ഒരു നിശ്ചയവും ഇല്ല. ഇത് പഠിക്കരുത്. ഓർമ്മ കിട്ടാത്തവർ എഴുതി വെക്കുന്നത് നല്ലതാണ്. ഓർമ്മയുള്ളവർക്ക് പിന്നെ ഓർത്ത് പറയാം. അല്ലാത്തവരൊന്ന് നോട്ട് ചെയ്യണം, നിശ്ചയം ഉണ്ടായിരിക്കണം. ചിലർ ഇവിടെ വന്നു കഴിഞ്ഞാൽ തപ്പുന്നത്. ചിലരെ സഭായത്തിനൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? പണ്ടങ്ങനെ നിശ്ചയമില്ലാത്തൊരു പുള്ളി പറഞ്ഞു നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് 152-ാം സങ്കീർത്തനം വായിക്കുക. എല്ലാവരും പോയി തുറക്കുക. അന്നേരം തലയ്ക്ക് അസുഖമുള്ളൊരുത്തം പറഞ്ഞു 150 എണ്ണമല്ലേ ഉള്ളു. അതാ നേരാണ്. അപ്പം കിറുക്കന് വരെ അറിയാം 150 ഉള്ളു. അങ്ങേർക്ക് അറിയത്തില്ല. അങ്ങേര് പറയാം 152 വായിക്കാൻ. നിശ്ചയമൊന്നുമില്ല. സ്തോത്രം. അപ്പം ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും അങ്ങനെ ബഹുനിശ്ചയം. ഇങ്ങനെ ആ സുവിശേഷം അറിയിക്കണ്ടേ? അങ്ങനെ സുവിശേഷം അറിയിക്കുമ്പം നിങ്ങൾ അങ്ങനെ കേൾക്കണ്ടേ? അതിനുകൊണ്ട് വാക്യം എങ്ങനെ കേൾക്കണം? വായിര് 6-ാം വാക്യം. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അങ്ങനെ അല്ലാതെ കൊപ്ര കച്ചവടത്തിൽ നഷ്ടം വന്നത് പോലല്ല. ചിലരുടെ ഇരിപ്പൊക്കെ കണ്ടിട്ടില്ലേ? ഇന്നാളൊരുത്തനിരിക്കുക, അവനും കേൾക്കുകയായിരുന്നു. വേറൊരുത്തനിരിക്കുക, ഒരുത്തനാന്ന് തുമ്പിയെ പിടിക്കാനിരിക്കുമ്പോൾ ഓണത്ത് കളിക്കും. ഈ വയ്യാവലി എന്നാ വരാതിരിക്കണ്ടേ? ഇങ്ങനത്തെ വയ്യാവേലികളെ മിണ്ടുന്നില്ല. മിണ്ടാതിരിക്കുന്നതാ നല്ലത്. ബഹുകഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും
ഞങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവിടെ ഇരിക്കുന്ന പലർക്കും പലവിധ പ്രശ്നങ്ങളും വിഷയങ്ങളും ഉള്ളവരാ. അതൊക്കെ അവിടെ മാറ്റിവെച്ചു ദൈവത്തിന്റെ വചനം പറയുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളണം. അങ്ങനെ വചനം ഒന്ന് കൈക്കൊണ്ട് നീ അറിയാത്ത വിടുതലുകൾ നടക്കും. ഇവിടെ കടഭാരമുള്ളവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, വാടക കൊടുക്കാനില്ലാത്തവരുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്, പ്രാരാബ്ധമുള്ളവരൊക്കെ ഇതിനകത്ത് രോഗപീഠകളുള്ളവരുണ്ട്, വളരെ പ്രതികൂലങ്ങളിൽ കൂടി പോകുന്നവരൊക്കെ ഇവിടെ വന്നിരിക്കുന്നതെല്ലാം ഇങ്ങനെയാണ്. നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലേ? ഇല്ലേ? ഇല്ലേ? എനിക്കറിയാവോ, ആ ഇരിപ്പ് കാണുമ്പോൾ അറിയാം ഉണ്ടെന്ന്. എന്നാലും ആ സഹോദരി സന്തോഷിച്ചായിരിക്കുന്നേ. പാഷന്മാർക്ക് നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ലേ? ഉള്ള എന്തെല്ലാം പ്രശ്നങ്ങളൊന്നും പറയണ്ട. ഇങ്ങോട്ട് ബൈക്കിൽ തന്നെ വന്നിട്ട് 4 പ്രാവശ്യം ചരിച്ചിട്ട് അടിച്ച ചാട്ടായത് പെട്രോള്. എന്നാലും ആ വന്ന് ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ ഫുൾ ടാങ്കിലുള്ളത് പോലെ ആയിരിക്കുന്നേ. അതാ ഇതിൻ്റെ പ്രത്യേകത. ഇതാ ഇതിൻ്റെ പ്രത്യേകത. ദൈവത്തിന് മഹത്വം. എനിക്ക് നിങ്ങൾക്കൊക്കെ പലവിധ പ്രശ്നമുണ്ട്. പക്ഷേ വന്നിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ, പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ ദൈവത്തിന്റെ വചനം കൈക്കൊള്ളണം. ഈ വചനം തേനിലും തേൻകട്ടയിലും മധുരമുള്ള വചനമാ. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന വചനമാ. ഉലയിലുരുക്കി ശുദ്ധി ചെയ്ത വചനമാ. ഇത് അതിവേഗത്തിൽ ഓടുന്ന വചനമാ. ഇത് പാറകത്തക്കുന്ന ചുറ്റികയാ. ഇത് ഇരുവായ്ത്തിലുള്ള വാടിനേക്കാൾ മൂർച്ചയേറിയ വചനമാ. കോപടവചനം തീ പോലെയുള്ളതാ. മാത്രമാണോ ഇത് വേഗത്തിൽ ചെന്ന് ക്രിയ ചെയ്യുന്ന വചനമാ. എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എന്റെ വചനം വെറുതെ എന്റെ അടുക്ക വരത്തില്ല. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കും, ഇഷ്ടമുള്ളതൊക്കെ നിവർത്തിക്കും. ദൈവത്തിന്റെ വചനം നിന്നെ ശുദ്ധീകരിക്കുന്ന വചനമാ. 107-ാം സംഘത്തിന് വചനമയച്ച് അവനവരെ സൗഖ്യമാക്കി, അവരുടെ കുടിയിൽ നിന്ന് അവനവരെ കയറ്റി. ഈ വചനം ഇളംപുല്ലിൽ പെയ്യുന്ന മഞ്ഞ് പോലെയും മേരി പോലെയും ദൈവത്തിന്റെ വചനം ആവർത്തനത്തിലുണ്ട്. അത് തൃക്കാൽക്കലിരുന്ന് അത് പ്രാപിച്ചെന്ന യേശു കർത്താവ് ഒരിക്കൽ പറഞ്ഞു, ഇപ്പോൾ സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാ. യഹൂദന്മാരുടെ യേശു പറഞ്ഞു, ദൈവ സന്തതിയായവൻ ദൈവത്തിന്റെ വചനം കേൾക്കും. സ്തോത്രം. ഇതിനെല്ലാം പ്രമാണമുണ്ട് കേട്ടോ. ഓടിച്ച് മുമ്പോട്ട് പോവുക. എന്താണ് സുവിശേഷം? യേശു ക്രിസ്തു. എന്തിനാ സുവിശേഷം? സകല മനുഷ്യനും രക്ഷപ്പെടാൻ. ആരാ കേൾക്കണ്ട? സകല ജാതിയും സകല സൃഷ്ടി. എങ്ങനെ പറയണം? ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും. എങ്ങനെ കേൾക്കണം? ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ അങ്ങനെ കേൾക്കണ്ട. ആട്ടെ, ഇങ്ങനെയും കേൾക്കുന്നല്ലോ, വലിയ കാര്യം. ദൈവത്തിന് മഹത്വം. മാത്രമാണോ ഇങ്ങനെയുള്ള ഈ സുവിശേഷത്തിന് ഒത്തിരി വിശേഷതകളുണ്ട്. ഒത്തിരി ഉണ്ട് വിശേഷത. അതും കമ്പിവാചകം പോലെ പറഞ്ഞ ഈ ഭാഗത്ത് വന്ന് നിർത്തും. സമയം എന്തുവായി? അങ്ങനെയൊക്കെ നിന്നാൽ ഞാനങ്ങ് നിൽക്കും. 9 എപ്പം നിർത്തണം ലിസിമാമ? അല്ല 9:10. എപ്പം നിർത്തും? 9:30 9:30 മതി. നേരത്തെ നിർത്തണം. എന്താണ് ഈ സുവിശേഷത്തിന്റെ വിശേഷത? ഓടിച്ചു പറയാം, വിശദീകരിക്കുന്നില്ല. ഒന്ന്, സുവിശേഷം നിന്നെ രക്ഷിക്കുന്ന മാർഗമാണ്. റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യം. ഞാൻ ഇന്ന് ബൈബിള് തുറക്കുന്നില്ല. അതുകൊണ്ട് ബൈബിളും അങ്ങ് തരിക. അല്ലെ പിന്നെ നിങ്ങൾ പറയും അത് അവിടെ ഇരിക്കുന്ന ആൾ എല്ലാം കുറിച്ച് വെച്ചിരിക്കുക, വെച്ച് താങ്ങുകയാണ്. വേണ്ട, അത് വേണ്ട. അവിടെ വായി. സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. അത് രക്ഷയ്ക്കായി ദൈവശക്തിയാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒന്ന്, സുവിശേഷം നിന്നെ രക്ഷിക്കും. മറ്റൊരുത്തനും നിന്നെ രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രം രക്ഷകൻ. 5 പൈസ കൊടുക്കണ്ട, അര കാശും കൊടുക്കണ്ട, ഒരു ഭൗതിക വസ്തു കൊടുക്കണ്ട. നിൽക്കുന്ന ഇടത്ത്, കേൾക്കുന്ന ഇടത്ത്, ഇരിക്കുന്ന ഇടത്ത് ഒറ്റ വാക്ക് പറഞ്ഞാൽ മതി, യേശുവേ എന്നെ രക്ഷിക്കണം. യേശു ഒരു മതത്തിന്റെ, സഭയുടെ, സംഘടനയുടെ, ഒരു ഗ്രൂപ്പിന്റെ വക്താവല്ല. അവിടുന്ന് മുഴു ലോകത്തിന്റെ ദൈവമാണ്. ആ യേശു ക്രിസ്തു നിന്നെ രക്ഷിക്കും. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത ഒന്ന്, ഇത് രക്ഷിക്കുന്ന മാർഗമാണ്. 2, സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്.
എഫേസ്യ ലേഖനം 6-ാം അധ്യായം 14-15 അറിവുള്ള വാക്യമെങ്കിലും വായിച്ചു. എഫേസ്യ ലേഖനം 6-14-15. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരു സമാധാന സുവിശേഷം. മതി മതി മതി. അപ്പൊ ഈ സുവിശേഷത്തിന്റെ രണ്ടാമത്തെ വിശേഷത ഇത് സമാധാനം തരുന്നതാ. സമാധാനം. സുവിശേഷം ഒരു വ്യക്തിയിൽ വന്നാൽ അവന് സമാധാനമാണ്. സുവിശേഷം ഒരു കുടുംബത്തിലെത്തിയാൽ ആ കുടുംബത്തിന് സമാധാനമാണ്. സുവിശേഷം ഒരു ദേശത്തെത്തിയാൽ ദേശത്ത് സമാധാനമാണ്. സുവിശേഷം ഒരു സംസ്ഥാനത്തോ രാജ്യത്തോ എത്തിയാൽ അവിടെ സമാധാനമാണ്. അതിന് ഇത് അലോഗ്യം ഉണ്ടാക്കുന്ന മാർഗമല്ല. അതിലെ നമ്മൾ ചിലയിടത്തൊക്കെ നമ്മുടെ ദൈവദാസന്മാർ പരസ്യയോഗത്തിന് ഒരു മൈക്കും ഒരു ചെറിയ 2 വീലറും 2 ട്രാക്റ്റുമായിട്ട് നിന്ന് പ്രൈസ് ലോഡെന്ന് പറയുമ്പോഴേ ചില പൂഞ്ഞാന്മാർ, ആ ദേശത്തുള്ള ചില പൂഞ്ഞാൻ വന്നേച്ച് അവൻ്റെ പൊടിമീശയും പിരിച്ചേച്ച മുണ്ട് നമ്മളെ കാണുമ്പോൾ ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഉടനെ നമ്മുടെ ആൾക്കാർ മിക്കവരും 99% ആൾക്കാർ ഉടനെ തന്നെ മൈക്ക് ഓഫാക്കി ലഘുലേഖ എടുത്ത് 2 വീലറെ വെച്ച് ഉടനെ അവിടെ നിന്ന് പോകുമ്പോൾ സ്തോത്രമെല്ലാം പറഞ്ഞാൽ പോകുന്നത്. അയന ഇത് സമാധാനത്തിൻ്റെ മാർഗം. അതുകൊണ്ടാണ്. അതേസമയം നീ വലിയ പൂവനാ, ആണ്ട പാർട്ടിക്കാർ യോഗം നടത്തുമ്പോൾ അങ്ങോട്ടൊന്ന് എന്നേ വെച്ചേക്കുമോ നിന്നെ? അത് കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും യോഗം നടത്തുമ്പോൾ നീ ആ പൊടിയൊക്കെ പിരിച്ചൊന്ന് എന്നേ നിന്നെ അവരേറി നിർത്തും. നീ എല്ലുകലെന്നുള്ളത് വേറൊരു സത്യം. ഞാൻ ഇങ്ങോട്ട് വന്നപ്പം പിന്നെ എന്തോ സംഭവം എന്നാണെന്നറിയാമല്ലോ, നോക്കുമ്പോൾ കൊടിയെല്ലാം പറിച്ച് ദൂരോട്ട് കളയുന്നു. എവിടാണെന്നൊന്നും ചോദിക്കണ്ട. അപ്പം അവരുടെ ആളിനെ എന്തോ ഉപദ്രവിച്ചെന്നും പറഞ്ഞ് മറ്റവരുടെ കൊടി പറിച്ചു ദൂരം. അപ്പം മറ്റവർ ബസ് എല്ലാം കൂടെ പറിച്ചു, അവർ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതിൻ്റെ നടുവിൽ നമ്മൾ എന്നാ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ പ്രാർത്ഥിക്കണം. എന്തിനാ? സമാധാനം ഉണ്ടാകാൻ. അല്ല നമ്മളുടനെ മറ്റേ കൊടിയും കൂടെ പറിക്കാൻ മേലായിരുന്നു കൂടെ, അതാണോ പറഞ്ഞു കൊടുക്കുന്നത്? അല്ല നമ്മുടെ ആൾക്കാർ ചില ആൾക്കാർ പറിക്കുകയല്ലോടാ, കൂട്ടിയിട്ട് കത്തിക്കടാ. നീ പറയരുത്. നമ്മൾ ചെയ്യേണ്ടത് ഉടനെ ദൈവമേ ഈ ദേശത്ത് സമാധാനം ഉണ്ടാകണം, ഈ രാജ്യത്ത് സമാധാനം ഉണ്ടാകണം. അല്ല നമ്മളുടനെ നമുക്കൊരു MLA വേണം, MP വേണം, നമുക്കും വാടാ, ദാരിക വീര പോരിന് വാടാ. നമുക്കൊരുവൻ സ്വർഗത്തിലുണ്ട്. നമ്മുടെ ദൈവമോ സ്വർഗത്തിലിരിക്കുന്നു. നമ്മളെ ഭരിക്കുന്നവൻ ദൈവമാണ്. അപ്പൊ സുവിശേഷത്തിന്റെ വിശേഷത ഇത് സമാധാനം തരുന്ന മാർഗമാണ്. അതെന്നാ? അതിന് പ്രത്യേക കാര്യമുണ്ട്. ഈ സുവിശേഷം യേശുക്രിസ്തുവാ. യേശുക്രിസ്തുവിന് ഒത്തിരി പര്യായം ഈ പുസ്തകത്തിലുണ്ട്. അതിൽ ഒരു പര്യായം എങ്ങനാ? സമാധാന പ്രഭു. അവിടുത്തെ പര്യായ പദത്തിൽ ഒന്ന് അവിടുന്ന് സമാധാന പ്രഭുവാ. ഇന്ന് രാത്രി സമാധാനമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ നീ യേശുവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുക. സമാധാന പ്രഭുവായ യേശു ഇന്ന് രാത്രി നിനക്ക് സമാധാനം തരും.